ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് കൊണ്ട് തന്നെ വളരെ പ്രശസ്തമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് ദേവീപട്ടണം. ദേവീപട്ടണം എന്ന് കേട്ടാൽ നിങ്ങളൊരു പക്ഷേ വിചാരിക്കും ഇത് ദേവിയുടെ ക്ഷേത്രമാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകും. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ നടുക്കാണ്. കടലിൻ്റെ നടുക്ക് ഒരു കുളത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് നടന്നു ചെല്ലാൻ മുമ്പ് പണ്ട് മുതലേ ഒരു കടൽപ്പാലമുണ്ട്. ആ കടൽപ്പാലം ഞാൻ ആദ്യകാലത്ത് പോകുമ്പോഴൊക്കെ ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ ഓടിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. മേൽക്കുര, നല്ലൊരു മേൽക്കുരയൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ 9 നവഗ്രഹങ്ങളുണ്ട്. ഈ 9 നവഗ്രഹങ്ങളെയാണ് ഈ ക്ഷേത്രം സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന 9 നവഗ്രഹ ക്ഷേത്രങ്ങളാണിത്. നവഗ്രഹങ്ങളുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമനാഥപുരം ജില്ലയിൽ നിന്ന് ദേവീപട്ടണം എന്ന സ്ഥലത്താണ്. രാമനാഥപുരത്ത് നിന്ന് കാരക്കുടി, തഞ്ചാവൂരെല്ലാം പോകുന്ന റൂട്ടാണ് ദേവീപട്ടണം. ദേവീപട്ടണത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നും 1/2 കിലോമീറ്റർ മാറിയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കടൽ സൈഡിലാണ് ദേവീപട്ടണം. അതുപോലെ തന്നെ കടൽ തീരത്ത് തന്നെയാണ് ദേവീപട്ടണം അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കടലിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം ഉള്ളിലേക്ക് മാറി ഒരു കടൽപ്പാലത്തിലൂടെ നടന്നാൽ മാത്രമേ ഈ അമ്പലത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ രാവിലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, രാവിലെ ഒരു 10 മണിക്കുള്ളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നവഗ്രഹങ്ങളെയും ഒരുമിച്ച് കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് സമയത്താണോ പോകുന്നത് ആ സമയത്ത് കുറച്ച് നവഗ്രഹങ്ങൾ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. കാരണം വേലിയേറ്റവും വേലിയിറക്കവും ബാധിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. വേലിയേറ്റ സമയത്ത് എല്ലാ നവഗ്രഹങ്ങളും കടലിനടിയിലേക്ക് പോവുകയും വേലിയിറക്ക സമയത്ത് ചില നവഗ്രഹങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. എല്ലാ നവഗ്രഹങ്ങളെ ഒരുമിച്ച് കാണണമെങ്കിൽ രാവിലെ 10 മണിക്ക് മുൻപായിട്ട് പോകണം. അതിനുശേഷം പോവുകയാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ നവഗ്രഹങ്ങളും ഉള്ളിലേക്ക് തന്നെ പോകും. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ ക്ഷേത്രം തുറന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭഗവാൻ നവഗ്രഹങ്ങളുടെ അനുഗ്രഹം വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.